വെൽക്കം ടു ABS. നമ്മൾ കാത്തിരുന്ന SBI ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 5180 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബാങ്ക് ആസ്പിറൻസിനെ സംബന്ധിച്ച് നിങ്ങളുടെ ബിസി ഷെഡ്യൂളിലേക്ക് മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി വരികയാണ്. അപ്പം നമ്മൾ എല്ലാ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സിലബസ് പഠിച്ചാൽ നമുക്ക് ഒരേ സിലബസിലുള്ള ഒരുപാട് പരീക്ഷകൾ വരികയാണ്. അതിലേക്ക് ഇതാ SBI കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഡീറ്റെയിൽസ് നോക്കാം. റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ അസോസിയേറ്റ് അല്ലെങ്കിൽ ക്ലർക്ക് നോട്ടിഫിക്കേഷൻ ആണ് SBIയിലേക്ക് വിളിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം നോക്കേണ്ടത് ആപ്ലിക്കേഷൻ ഡേറ്റ് ആണ്. ആപ്ലിക്കേഷൻ ഡേറ്റും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റും ഒക്കെ എന്താണ്? ഓഗസ്റ്റ് 2025 ഓഗസ്റ്റ് 6 മുതൽ 2025 ഓഗസ്റ്റ് 26 വരെയാണ്. പ്രിലിംസ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസം, തൊട്ടടുത്ത മാസം തന്നെ നമുക്ക് പ്രിലിംസ് ഉണ്ട്. പിന്നെന്താണ്, നവംബർ മാസം തന്നെ മെയിൻസും ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഡേറ്റ്സിനകത്ത് നോക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഡേറ്റ് 6 തുടങ്ങി 26 വരെ ഉണ്ട്. സെപ്റ്റംബറിൽ പ്രിലിംസ്, നവംബറിൽ മെയിൻസ്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്, നമ്മുടെ ക്രൈറ്റീരിയയിൽ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ABPS ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് LPT കുറച്ച് സ്ട്രോങ് ആവും. കാരണം എന്താണ്, ഓരോ സ്റ്റേറ്റും ഡിമാൻഡ് ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഡീൽ ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽസിനെയാണ്. കാരണം എന്താണ്, ബാങ്ക് ഇപ്പോൾ SBIയിലേക്ക് ഒരു സാധാരണ കസ്റ്റമർ വരികയാണ്. ഇപ്പോൾ കർണാടകയിലെ ഒരു ലോക്കൽ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു പിന്നെ SBIയുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിലേക്ക് ഒരു സാധാരണ കസ്റ്റമർ വരുമ്പോൾ അവരെ ഡീൽ ചെയ്യാൻ അറിയാവുന്ന ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിയണം. അപ്പോൾ അതുകൊണ്ടാണ് LPT കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കുമെന്നാണ് ഇത് പറയുന്നത്. അതുപോലെ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ. ഇപ്പം സപ്പോസ് ഒരു കാൻഡിഡേറ്റ് കേരളത്തിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ഏരിയ എന്ന് പറയുന്നത് കേരളം തന്നെ ആയിരിക്കും. ഈ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. ഇപ്പോൾ 2 സർക്കിൾ ഒരു സ്റ്റേറ്റിൽ ഉണ്ടെങ്കിൽ തന്നെ സർക്കിൾ ബേസ്ഡ് ട്രാൻസ്ഫർ കിട്ടും. പക്ഷേ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ സാധ്യതയില്ല എന്നാണ് ഇതിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേക്കൻസീസ് നോക്കാം. നമുക്കറിയാം കഴിഞ്ഞ തവണ SBI ക്ലർക്കിൻ്റെ വേക്കൻസീസ് കണ്ടപ്പോൾ നമ്മൾ അത്യാവശ്യം ഭയങ്കര ഹാപ്പിയായിരുന്നു, നല്ലപോലെ ഞെട്ടി. ഇപ്പോൾ അത്രത്തോളം ഞെട്ടിക്കാനുള്ള വേക്കൻസി ഇല്ലെങ്കിൽ തന്നെയും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ പ്ലേസ്ഡ് ആവാനുള്ള വേക്കൻസി ഇപ്പോഴും ഉണ്ട്. കേരളത്തിൽ കഴിഞ്ഞ തവണ 432 വേക്കൻസി ആണെങ്കിൽ ഇത്തവണ നമുക്ക് 247 വേക്കൻസിയാണ്. നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെയാണ്. അതിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ജനറൽ കാറ്റഗറിക്ക് 131 വേക്കൻസി, SCക്ക് 24, STക്ക് 2, OBCക്ക് 66, EWS എക്കണോമിക് വീക്കർ സെക്ഷന് 24 വേക്കൻസിയാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ടോട്ടൽ വേക്കൻസി വന്നെങ്കിൽ 247 ആണ് കേരളത്തിൽ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കർണാടക, നമ്മുടെ അടുത്ത സ്റ്റേറ്റ് ആണ്. കർണാടകയ്ക്ക് 270, തമിഴ്നാടിന് 380 വേക്കൻസീസ് ആണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മൾ കർണാടക ഓപ്റ്റ് ചെയ്യുമ്പോഴും ഇപ്പോൾ നമ്മൾ IBPS ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ തന്നെ പറയുന്നുണ്ട് നമുക്ക് നല്ല വേക്കൻസി തമിഴ്നാട് കർണാടകയുണ്ട്. പക്ഷെ നമ്മൾ ഓപ്റ്റ് ചെയ്യുമ്പം അവിടുത്തെ ലാംഗ്വേജ് പ്രൊഫഷണൽ ടെസ്റ്റ് എന്താണ്, നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ കടന്നു പോകേണ്ടി വരും. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അത് നമ്മൾ നോക്കുന്നത് ഏജ് ലിമിറ്റാണ്. ഏത് ഏജ് ബാറിലുള്ളവർക്ക് അല്ലെങ്കിൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവിടെ പറഞ്ഞേക്കുന്നത്. മിനിമം ഏജ് 20 വയസ്സും മാക്സിമം ഏജ് 28 വയസ്സുമാണ്. ഇവിടെ ഏജ് കണക്കൂട്ടുന്നത് 2025 ഏപ്രിൽ 1 20ഉം 28ഉം വയസ്സ് വെച്ചാണ് പരിഗണിച്ചാണ് നമ്മൾ ജനറൽ കാറ്റഗറിക്ക് വരുന്ന ഏജ് ബാർ പറഞ്ഞേക്കുന്നത്. OBCക്ക് 3 വർഷം റിസർവേഷൻ ഉണ്ട്. SC STക്ക് 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. PWBD 10 വർഷം. PWBD OBC ആകുമ്പോൾ 13 വർഷം, SC ST ആണെങ്കിൽ 15 വർഷം. ഇങ്ങനെയാണ് ഏജ് റിലാക്സേഷൻ വന്നേക്കുന്നത്. ഏജ് ജനറൽ കാറ്റഗറിക്ക് പറയുന്നത് 22-28 വയസ്സാണ്. പിന്നെ നമ്മൾ നോക്കേണ്ട എസൻഷ്യൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. നമുക്കറിയാം ക്ലർക്ക് പരീക്ഷ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ച അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഏതെങ്കിലും ഡിസിപ്ലിനിൽ അല്ലെങ്കിൽ ഏത് ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ നിന്നും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് ഒരു ഡിഗ്രി മതി. ഒരു ഡിഗ്രിക്കാർക്ക് ഏറ്റവും ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. പിന്നെ സെലക്ഷൻ പ്രൊസീജിയർ. നമുക്കറിയാം നമ്മുടെ SBI ക്ലർക്ക് പരീക്ഷയ്ക്ക് 2 ഓൺലൈൻ എക്സാമിനേഷൻ പിന്നീട് വരുന്ന LPTയുമാണ് ആ സെലക്ഷൻ പ്രൊസീജിയർ ഉൾപ്പെടുന്നത്. അപ്പോൾ ആ ഓൺലൈൻ എക്സാമിനേഷനിൽ ആദ്യത്തെ പ്രിലിമിനറി എക്സാമിനേഷനാണ്. ഈ എക്സാമിനേഷൻ നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മെയിൻസ് എക്സാമിനേഷനിലേക്കുള്ള സ്ക്രീനിങ് പ്രോസസ്സ് മാത്രമാണ് ഈ പ്രിലിംസ് എക്സാമിനേഷൻ. ഇതിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അവർക്ക് മെയിൻസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. ഫൈനൽ റിസൾട്ടിന് ഇതിൻ്റെ മാർഗമായിട്ട് യാതൊരു ബന്ധവുമില്ല. നോക്കുക, നമുക്കറിയാം ഓൾറെഡി ഉള്ള പാറ്റേൺ തന്നെയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ചോദ്യങ്ങൾ 30 മാർക്ക് 20 മിനിറ്റ്. ന്യൂമറിക്കൽ എബിലിറ്റി 35 ചോദ്യങ്ങൾ 35 മാർക്ക് 20 മിനിറ്റ്. റീസണിംഗ് എബിലിറ്റി 35 ചോദ്യങ്ങൾ 35 മാർക്ക് 20 മിനിറ്റ്. ടോട്ടൽ 100 ചോദ്യങ്ങൾ 100 മാർക്ക്. 1 മണിക്കൂറായിരിക്കും പരീക്ഷ. മൈനസ് മാർക്ക് അല്ലെങ്കിൽ എന്താണ് 1/4, ഒരു തെറ്റുത്തരത്തിന് 1/4 മാർക്ക് കുറയുന്ന രീതി തന്നെ ഇവിടെയുണ്ട്. അടുത്ത phase 2 അല്ലെങ്കിൽ മെയിൻസ് എക്സാമിനേഷൻ. നമ്മുടെ ഈ റിസൾട്ടിൻ്റെ ഏറ്റവും ബേസ് നമ്മൾ സെലക്ഷൻ പ്രൊസീജിയറിൽ നമ്മളെ ആ സെലക്ഷൻ്റെ ഏറ്റവും ആധാരമായ കാര്യം എന്ന് വെച്ചാൽ മെയിൻസിൻ്റെ മാർക്കാണ്. അതിൽ ആദ്യം പറഞ്ഞേക്കുന്നത് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ് 50 ചോദ്യങ്ങൾ 50 മാർക്ക് 35 മിനിറ്റ്. ജനറൽ ഇംഗ്ലീഷ് 40 ചോദ്യങ്ങൾ 40 മാർക്ക് 35 മിനിറ്റ്. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് 50 ചോദ്യങ്ങൾ 50 മാർക്ക് 45 മിനിറ്റ്. റീസണിംഗ് എബിലിറ്റി 50 ചോദ്യങ്ങൾ 60 മാർക്ക് 45 മിനിറ്റ്. ടോട്ടൽ 190 ചോദ്യങ്ങൾ 200 മാർക്ക് 2 മണിക്കൂർ 40 മിനിറ്റ് ആണ് പരീക്ഷ. അപ്പോൾ എന്താണ് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും കാര്യമായ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പാറ്റേണിൽ മാറ്റമുണ്ട്. എക്സ്ട്രാ ഒരു സബ്ജക്റ്റ് ആഡ് ആവുന്നുണ്ട്. ഏതാണ് ജനറൽ അവയർനെസ്. പിന്നീട് എന്താണ് ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡിലും കാര്യമായ മാറ്റം ഉണ്ടാവും.
നമ്മുടെ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ആണോന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും മെയിൻസിൽ വരുന്നത്. ഓക്കെ, അതിനുശേഷം വരുന്ന ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറാണ് ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷണൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മെയിൻസ് വഴി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് LPTക്ക് ഇപ്പം ഏത് സ്റ്റേറ്റാണ്, ഇപ്പോൾ കേരളത്തിൽ പിന്നാണ് ഒരു കുട്ടി അപ്ലൈ ചെയ്തേക്കുന്നത്. കേരളത്തിൽ പഠിച്ചിട്ടുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ 10th സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റിലോ മലയാളം ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവന് LPTയുടെ ആവശ്യമില്ല. ഇപ്പോൾ ഈ UP പിന്നെ അപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഹിന്ദി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് LPTയുടെ ആവശ്യമില്ല. അതർവൈസ് അല്ലാതെ എന്താണ്, നമ്മൾ മറ്റു സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നു, പക്ഷേ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ നമുക്ക് എന്താണ് എഴുതാനും വായിക്കാനും സംസാരിക്കാനുമുള്ള ഒരു സ്കിൽ ഉണ്ടാവണം. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാംഗ്വേജ് പ്രൊഫഷണൽ ടെസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇതിൽ നമുക്ക് പറയട്ടെ, നമുക്ക് പരീക്ഷകൾ എഴുതാൻ പറ്റും, നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് എഴുതാൻ പറ്റും. ഇപ്പോൾ ലക്ഷദ്വീപ്, കേരള എന്താണ്, നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും എന്താണ് പരീക്ഷ എഴുതാൻ പറ്റും. ഓക്കെ, അടുത്തത് പ്രൊഫഷണൽ സെലക്ഷൻ. നമ്മുടെ ഈ പിന്നെ മെയിൻസിൻ്റെ മാർക്കും അതുപോലെ LPTയുടെ മാർക്കുകളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സെലക്ഷൻ ഉണ്ടാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്ര വേക്കൻസിയാണ് ഒരു സ്റ്റേറ്റിലേക്ക് ഉള്ളത്, അതിൻ്റെ പകുതി എന്താണ് വെയിറ്റിംഗ് ലിസ്റ്റും ഉണ്ടാവും. 1 വർഷത്തിലാണ് ആ വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ കാലാവധി. അടുത്ത് നമ്മൾ നോക്കേണ്ട പേ സ്കെയിൽ. നമുക്ക് ബേസിക് പേ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ബാങ്കിനെ സംബന്ധിച്ച് ബേസിക് പേയേക്കാളിൽ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ്സൂടെ കുടുംബം ഉണ്ടാവുന്ന ആ ഒരു പേയ്മെൻ്റ് ആണ് എല്ലാവരും ഏറ്റവും അട്രാക്റ്റീവ്. ബാങ്ക് ജോലിയുടെ ഏറ്റവും അട്രാക്റ്റീവ് ഫാക്ടർ തന്നെ അത് തന്നെയാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെട്രോപൊളിറ്റൻ സിറ്റീസ് ആണെങ്കിൽ നമുക്ക് അറൗണ്ട് 46,000 വരെ നമുക്ക് മന്ത്ലി ആദ്യം ഇനിഷ്യലി തന്നെ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 40+ നമ്മുടെ മന്ത്ലി സാലറി ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു ജോലിയാണ്. ഡിഗ്രിക്കാർക്ക് ഈ 2 പരീക്ഷകൾ പാസ്സായി LPTയുടെ പാസ്സായി കഴിയുമ്പോൾ നിങ്ങളിലേക്ക് എന്താണ് എത്താൻ പോകുന്ന വലിയൊരു ജോലിയാണ്. വലിയ ജോലി എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് SBI പോലൊരു വലിയ ബ്രാൻഡിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നൊരു അവസരമാണ്. തീർച്ചയായിട്ടും എല്ലാം നല്ലത് പ്രിപ്പയർ ചെയ്യുക. പിന്നീട് നമ്മൾ നോക്കേണ്ടത് എവിടേക്കാണ് എക്സാം സെൻറ്റേഴ്സ്. നമ്മൾ അടുത്ത് നോക്കേണ്ടത് കേരളത്തിലാണെങ്കിൽ ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, കോഴിക്കോട്, കൊല്ലം, കോട്ടയം, പിന്നെ മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റേഴ്സാണ്. മെയിൻസിൻ്റെയും പ്രിലിംസിൻ്റെയും സെൻറ്റേഴ്സ് എല്ലാം ഇത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫീസ്. SC ST PWD കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അതർ കാൻഡിഡേറ്റ്സിന് എന്താണ് 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നത്. ഇതാണ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ഇത് കഴിഞ്ഞ SBI എക്സാമിനേഷൻ വഴി IBS നിന്ന് പ്ലേസ്ഡ് ആയ കാൻഡിഡേറ്റ്സ് ആണ്. ഇവരുടെ പരീക്ഷ നടന്നത് ഫെബ്രുവരി മാസത്തിൽ, 2005 ഫെബ്രുവരി മാസത്തിൽ പ്രിലിംസ് നടന്നു, 2005 ഏപ്രിൽ മാസത്തിൽ മെയിൻസ് നടന്നു. ഇവർ കൃത്യം ജൂലൈ 23 തന്നെ പോസ്റ്റിംഗ് ആയി. അപ്പോൾ അത്ര ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ് ബാങ്ക് എക്സാംസ് എല്ലാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസർട്ടീവായ ഒരു സിലബസാണ്. ആ സിലബസ് പഠിച്ചാൽ നമുക്ക് ഒരുപാട് പരീക്ഷ എഴുതാം. ബാങ്കിൽ തന്നെ ഒരുപാട് പരീക്ഷ എഴുതുന്നുണ്ട്. വർഷത്തിൽ 20+ പരീക്ഷയാണ് ബാങ്ക് ഇൻഷുറൻസ് ഫീൽഡിൽ നിന്ന് നമുക്ക് വരുന്നത്. അപ്പം ഒരേ സിലബസ് പഠിച്ച് ഒരുപാട് എക്സാം എഴുതാൻ പറ്റുന്നുണ്ട്. ഒരുപാട് വേക്കൻസീസ് വരുന്നു. അതുപോലെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആവുന്നു. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഏറ്റവും കൂടുതൽ സെക്യൂർ ആകാൻ പറ്റുന്ന ജോലി. ഇത്രയും ക്ഷാമുള്ള ഈ ഫീൽഡിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. IBS എന്ന് പറഞ്ഞാൽ എന്താണ്, ബാങ്ക് കോച്ചിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. IBSൻ്റെ റിസൾട്ടുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ഇവിടെ കൃത്യമായ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസ് റൺ ചെയ്യുന്നു. ഇഫ് യു വാണ്ട് ടു ബിക്കം എ ബാങ്കർ, ജസ്റ്റ് ജോയിൻ വിത്ത് IBS.